ഞങ്ങളുടെ ചാനലിൻ്റെ പേര് JP ഫുഡ് ഡയറീസ് എന്നാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. വെറും 2 ചേരുവകൾ കൊണ്ട് കുട്ടികൾക്ക് പ്രിയപ്പെട്ട ഒരു ഓറിയോ റോൾ കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി ഇവിടെ 2 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഈ ബിസ്ക്കറ്റിൽ ഇതിൻ്റെ ക്രീം നമുക്ക് വേർതിരിച്ച് മാറ്റി വയ്ക്കാം. അങ്ങനെ ബിസ്ക്കറ്റും ക്രീമും നമ്മൾ വേർതിരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബിസ്ക്കറ്റ് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് കൈകൊണ്ട് കുഴച്ച് ചപ്പാത്തി മാവിൻ്റെ രൂപത്തിൽ ആക്കി നമുക്ക് എടുക്കാം. ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനുശേഷം നമ്മുടെ ബിസ്ക്കറ്റിൽ നിന്ന് മാറ്റിവെച്ച ക്രീമിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് ലൂസാക്കി എടുക്കുക, ഒത്തിരി ലൂസാക്കണ്ട. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല തിക്നെസ്സോടുകൂടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് ബിസ്ക്കറ്റ് കുഴച്ചത് വെച്ച് അതിൻ്റെ മുകളിൽ വേറൊരു കവർ ചെയ്ത് ഒന്ന് നമുക്ക് പരത്തിയെടുക്കാം. തീരെ കട്ടി കുറച്ച് പരത്തണ്ട, അത്യാവശ്യം ചെറിയ രീതിയിൽ ഒരു കട്ടിയോടുകൂടി തന്നെ നമുക്കിത് പരത്തിയെടുക്കാം. ഇതൊരു സ്ക്വയർ ഷേപ്പിൽ ആക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ബാക്കിയുള്ള സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ക്രീം എല്ലാ ഭാഗത്തേക്കും ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തേക്കും ഇത് തേച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒന്ന് റോൾ ചെയ്തെടുക്കാം. പതിയെ നമ്മളിത് ഒന്ന് റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കിതെടുക്കാം. 5 മിനിറ്റിന് ശേഷം നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നോക്കിയപ്പോൾ നമ്മുടെ ഓറിയോ റോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. ഓറിയോ ബിസ്ക്കറ്റ് വെച്ച് തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഓറിയോ റോൾ കേക്കാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കുട്ടികൾക്കും ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. മത്തി ഒരു വെറൈറ്റി രീതിയിൽ പൊള്ളിച്ചാലോ? തേങ്ങാപ്പാൽ ചേർത്ത് ഒരു വെറൈറ്റി രീതിയിലുള്ള മത്തി പൊള്ളിക്കലാണ് ഇന്ന് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് 12 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില, ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി, 7 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ഉപ്പ്, ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി. ഇത് നല്ലതുപോലെ ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്.
ഇതൊരു 300 ഗ്രാം അളവിൽ മത്തിയുണ്ട്. ഇത് ഇങ്ങനെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഒരു കഷ്ണം വാഴയില വെച്ച് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. തീ സിമ്മിൽ വെക്കണം. ഇനി വാഴയിലയിൽ കറിവേപ്പില നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ മസാല പുരട്ടി വെച്ച ആ മത്തി ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇപ്പോൾ എല്ലാം നമ്മൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റിന് ശേഷം നമുക്ക് ഇത് മെല്ലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളിതെല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ നല്ലതുപോലെ കുറുകിയ തേങ്ങാപ്പാൽ, 1/4 പാൽ, ഒരു 1/4 കപ്പ് അതും ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു 4 മിനിറ്റിന് ശേഷം തേങ്ങാപ്പാലെല്ലാം നല്ലതുപോലെ പറ്റി കഴിയുമ്പോൾ നമ്മുടെ മത്തി പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രേവി കൂട്ടി തന്നെ നമുക്ക് ചോറ് കഴിക്കാം. നല്ല ടേസ്റ്റുള്ള കറിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. കഴിച്ചാലും കൊതി തീരാത്ത രീതിയിലുള്ള ഒരു മീൻ പൊരിച്ചത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ചീനച്ചട്ടി ചൂടായി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. തീ സിമ്മിൽ വെക്കണം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം 1/2 കിലോ കേരയുടെ കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത്. അത് എല്ലാം ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇപ്പോൾ എല്ലാം നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. മസാല എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചതാണ് ചേർക്കുന്നത്. അതും കൂടെ ചേർത്ത് ഒരു ഉണ്ട വെളുത്തുള്ളി ചതച്ചതും ഒരു 4 കഷ്ണം ചെറിയ ഉള്ളി ചതച്ചതും ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടെയാണ്. എല്ലാം കൂടി അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാം. മീൻ പൊടിഞ്ഞു പോകാതെ മെല്ലെ ഒന്ന് ഇളക്കിയെടുക്കാം. ചെറിയ തീയിൽ വെച്ച് തന്നെ നമുക്ക് ഒരു പാത്രം കൊണ്ട് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം നമ്മളിത് തുറന്ന് നോക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്നുകൂടെ നമ്മൾ അടച്ച് വെച്ച് ഒരു 2 മിനിറ്റിന് ശേഷം അത് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ഇവിടെ കേര പൊരിച്ചത് റെഡിയായിട്ടുണ്ട്. നമ്മളെപ്പോഴും മീൻ അരപ്പ് പുരട്ടി വെച്ചതിന് ശേഷമല്ലേ വറുക്കുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലുള്ള വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മീൻ വറുത്തത് റെഡിയാക്കി എടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പോൾ മാമ്പഴത്തിൻ്റെ സീസണാണല്ലോ. വെറും 2 ചേരുവകൾ ചേർത്ത് നമുക്കൊരു മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കാം. ഇതിനായി ഞാൻ 3 മാമ്പഴം എടുത്തിട്ടുണ്ട്. ഇത് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി 500 ഗ്രാം അളവിൽ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് നനവ് ഒട്ടുമില്ലാത്തൊരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മാങ്ങയുടെ അരച്ചു വെച്ച പൾപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മാങ്ങയ്ക്ക് മധുരമുള്ളത് കൊണ്ട് പഞ്ചസാര ചേർക്കുന്നില്ല. നമ്മുടെ ക്രീമിനും ചെറിയതായ ഒരു മധുരമുണ്ട്. മധുരം ആവശ്യമുണ്ടെങ്കിൽ പഞ്ചസാര കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം.
അത് ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നല്ലതുപോലെ ഫ്ലഫിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു ബോക്സിൽ ആക്കി മാറ്റി വെക്കാം. ഇനി ഇത് അടച്ച് ഫ്രിഡ്ജിൽ വെക്കാം. ഇത് ഞാൻ ഒരു രാത്രി മുഴുവൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഐസ്ക്രീം ഇപ്പോൾ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. വെറും 2 ചേരുവകൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. വെറും 5 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു വഴുതനങ്ങ മെഴുക്കുവരട്ടിയാണ് ചെയ്യുന്നത്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റിയായ കറിയാണ്. ഈ വഴുതനങ്ങ നമ്മുടെ വീട്ടിൽ തന്നെ വിളവെടുത്തതാണ്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായി വഴുതനങ്ങ അരിഞ്ഞ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഈ വലിപ്പത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. ഇതിന് ചെറിയ രീതിയിലൊരു കറയുണ്ട്. അത് പോകുന്നതിനായി ആണ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. ചട്ടി ചൂടായി ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഇതിനായി എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങൾ: ഒരു പിടി തേങ്ങാക്കൊത്ത്, ആവശ്യത്തിന് കറിവേപ്പില, 12 കഷ്ണം ചെറിയ ഉള്ളി ചതച്ചത്, ഒരു പച്ചമുളക്, 6 അല്ലി വെളുത്തുള്ളി ചതച്ചത്, 2 ഉണക്കമുളക് ചതച്ചത്. എണ്ണ ചൂടായി 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കഴിയുമ്പോൾ തേങ്ങാക്കൊത്ത് ഇട്ട് ഇളക്കി അതിനുശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളി ചതച്ചതും ആവശ്യത്തിന് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് അതൊന്ന് ഇളക്കി അതൊന്ന് വാടി വരുമ്പോൾ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചതച്ച മുളകും ചേർത്ത് ഒന്നുകൂടി നമുക്ക് ഇളക്കി കൊടുക്കാം. കുരുമുളക് പൊടി ആവശ്യമുണ്ടെങ്കിൽ ഇതിനകത്ത് ചേർക്കാം. ഞാൻ ഇതിനകത്ത് ചേർക്കുന്നില്ല. ഇനി അടുത്തതായി വഴുതനങ്ങയും കൂടി അതിനകത്ത് ചേർത്ത് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കാം. ഇളക്കിയതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. നമ്മൾ തുറന്നു നോക്കിയപ്പോൾ നല്ലതുപോലെ ഇത് വഴന്നു വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയുള്ള വഴുതനങ്ങ മെഴുക്ക് വരട്ടിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു മാമ്പഴ പുളിശ്ശേരിയാണ്. ഈ മാമ്പഴ പുളിശ്ശേരി ഉണ്ടെങ്കിൽ ചോറ് പാത്രത്തിൽ തീരുന്നത് അറിയത്തേയില്ല. ഇതിനായി ഞാനൊരു 5 മാമ്പഴം എടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. മൺചട്ടിയിലാണ് ഇത് ചെയ്യുന്നത്. ചട്ടിയിലേക്ക് മാങ്ങയുടെ തൊലി കളഞ്ഞ് അത് ചേർത്ത് കൊടുക്കാം. അതിൽ 1 കപ്പ് വെള്ളം കൂടി ചേർക്കാം. എരിവിന് ആവശ്യമായ പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. അതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇനി അടുത്തതായി ഒരു ജാറിലേക്ക് 1/2 മുറി തേങ്ങ, 2 അല്ലി വെളുത്തുള്ളി, 1 നുള്ളി ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മിക്സിയുടെ ജാറിലേക്കിട്ട് അതും കൂടെ ചേർത്തതിന് ശേഷം ഇനി അതിലേക്ക് 1 കപ്പ് തൈരാണ് നമ്മൾ ചേർക്കുന്നത്. വെള്ളം ചേർക്കുന്നില്ല. ഇത് നല്ലതുപോലെ നമുക്ക് അരച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ അരച്ച് എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പഴമാങ്ങയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ശർക്കര പൊടിയും കൂടി ചേർക്കാം. ഇതൊന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. നെയ്യും കൂടെ ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു ശർക്കരയും എല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. അതൊന്ന് ഇളക്കി അതൊന്ന് തിളച്ച് വരുമ്പോൾ ഇനി നമുക്ക് അരപ്പ് ചേർക്കാം. എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. കറി അധികമായി തിളച്ച് പോകണ്ട. ഒന്ന് ചൂടായാൽ മാത്രം മതി. തീ ഓഫ് ചെയ്യാം. ഇനി ഒരു ചീനച്ചട്ടി വെച്ച് അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യിലാണ് നമ്മളിത് താളിച്ചെടുക്കുന്നത്. നെയ്യ് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ കടുകും ചേർത്ത് അതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഒരു 3 ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം.
അതൊന്ന് മൂത്ത് വരുമ്പോൾ തീ ഓഫ് ചെയ്യണം. ഇപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ചേർക്കാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് ഇളക്കി കറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റുള്ള മാമ്പഴ പുളിശ്ശേരി റെഡിയായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ആരും കണ്ടാൽ കഴിച്ചു പോകുന്ന ഒരു മാങ്ങ അച്ചാർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഒരു അച്ചാർ മതി നമുക്ക് വയറ് നിറച്ച് ചോറുണ്ണാനായി. അതിനായി ഒരു 1.25 കിലോ മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് മാങ്ങ ചെനച്ചത് കൂടിയാണ്. ഇങ്ങനെ ഒരു ചെനപ്പരുവത്തിലുള്ള മാങ്ങ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടിയാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി 1 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് അത് ചൂടായി കഴിയുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇത് വറുത്ത് വന്നിട്ടുണ്ട്. അത് പൊടിച്ച് വയ്ക്കണം. അതിനുശേഷം മറ്റൊരു പാത്രം വെച്ച് അത് ചൂടാകുമ്പോൾ ഒരു 1/4 കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഒരു 100 ഗ്രാം വെളുത്തുള്ളിയും 100 ഗ്രാം ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് അതൊന്ന് ഇളക്കി അതൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതായി വന്നിട്ടുണ്ട്. തീ സിമ്മിൽ വെച്ചിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഇളക്കി അതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതും ചേർത്തൊന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇനി നമ്മൾ മാങ്ങ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെച്ചതിൽ നിന്ന് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ചേർത്ത് ഒരു 1/2 കപ്പ് അളവിൽ വിനാഗിരി കൂടി ചേർക്കാം. അത് ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർക്കാം. അതൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ശർക്കര പൊടിയും കൂടി ചേർക്കാം. ഇത് അച്ചാറിന് നല്ലൊരു കളറും നല്ലൊരു ടേസ്റ്റും കിട്ടും. ശർക്കര ഇല്ലെങ്കിൽ നമുക്ക് പഞ്ചസാര കൂടെ ചേർക്കാം. അതൊന്ന് തിളച്ച് വരുമ്പോൾ ഉലുവ പൊടിച്ചതും കൂടെ ചേർക്കാം. അതും ഒന്ന് ഇളക്കി നല്ലതുപോലെ വെള്ളം പറ്റി വരണം. നമ്മുടെ ഗ്രേവി നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മാങ്ങായും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കുക. തീ ഓഫ് ചെയ്യണം. നല്ലതുപോലെ ഇളക്കിയെടുക്കാം. അധികം വെന്ത് പോകണ്ട, അതുകൊണ്ടാണ് തീ ഓഫ് ചെയ്തത്. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മാങ്ങ അച്ചാർ റെഡിയായിട്ടുണ്ട്. മധുരവും ഉപ്പും പുളിയും കൂടി നല്ലൊരു ടേസ്റ്റാണ്. ഇത് കുട്ടികൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമാകുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഇന്ന് ഒരു വെറൈറ്റി രീതിയിലുള്ള ഒരു ഒടിയൻ പയർ മുട്ടത്തോരനാണ് ചെയ്യുന്നത്. കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം കൂടിയാണ്. ഈ ഒടിയൻ പയർ നമ്മുടെ വീട്ടിൽ നിന്ന് വിളവെടുത്തതാണ്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ചട്ടി ചൂടായി കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് അത് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതും 5 പച്ചമുളകും 7 ചെറിയ ഉള്ളി അരിഞ്ഞതും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ഒടിയൻ പയർ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഒന്ന് വേവിച്ച് കൊടുക്കാം. ഇത് കിളുന്ത് പയറായതുകൊണ്ട് തന്നെ ഒന്ന് ആവി കയറിയാൽ മതി, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മുടെ പയറും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. തീ സിമ്മിൽ വെച്ച് ഒന്നുകൂടി നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഒരു 3 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് നടുക്കൊഴിച്ച് അതൊന്ന് ചിക്കിയെടുക്കാം. അതിനുശേഷം നമ്മളെല്ലാം കൂടി ഒന്ന് കൂട്ടി ഇളക്കി കൊടുക്കാം. ഇതിൽ മഞ്ഞൾപ്പൊടി ഇടാത്തത് ഇതിൻ്റെ കളറ് മാറിപ്പോകും. ഈ പയർ ഒരു ബ്രൗൺ കളറിലെ പയറായതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി ഇടാത്തത്. മഞ്ഞൾപ്പൊടി ഇട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ കളർ മാറുന്നത്, ആ ബ്രൗൺ കളർ കിട്ടത്തില്ല. അതുകൊണ്ടാണ്.
ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഒടിയൻ പയർ മുട്ടത്തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒടിയൻ പയർ കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്തു കൊടുത്താൽ അവർക്ക് ഏറെ ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഒഴിച്ചു കറിയാണ് നമ്മൾ ചെയ്യുന്നത്, നേന്ത്രപ്പഴം പുളിശ്ശേരി. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ചെയ്യുന്നത് മൺചട്ടിയിലാണ്. ചട്ടിയിലേക്ക് ഒരു പഴുത്ത നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. പഴം ചെറുതായി അരിഞ്ഞതും 3 പച്ചമുളക് കീറിയതും ചേർത്ത് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഇനി അടുത്തതായി ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് അത് മൂടി വെച്ച് ഒന്ന് വേവിക്കാം. ഇതൊന്ന് വെന്ത് വരുമ്പോൾ ഇതിനായി ഒരു അരപ്പ് റെഡിയാക്കാം. അതിനായി ഒരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 നുള്ളു ജീരകവും 3 അല്ലി വെളുത്തുള്ളിയും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇനി അതിലേക്ക് വെള്ളം ഒഴിക്കുന്നില്ല, പകരം തൈരാണ് ഒഴിക്കുന്നത്. ഒരു 1/4 കപ്പ് അളവിൽ തൈരും കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ അരപ്പിവിടെ റെഡിയായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പഴവും പച്ചമുളകും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച അരപ്പും കൂടി ചേർക്കാം. അതും ചേർത്ത് കഴിഞ്ഞ് ജാറ് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്ന് കഴുകി ആ വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. തീ സിമ്മിൽ വെക്കണം. കറി തിളച്ച് പോകണ്ട, ഒന്ന് ചൂടായാൽ മതി. ഇനി മറ്റൊരു ചീനച്ചട്ടി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിക്കുക. 1/2 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ കടുകും ചേർത്ത് അതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ 2 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് അത് ഒന്ന് മൂത്ത് വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് അതും ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതും ചേർത്ത് നമുക്കിനി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒരല്പം ഉപ്പ് കുറവുണ്ട്, ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല കുറുകിയ രീതിയിലുള്ള നേന്ത്രപ്പഴം പുളിശ്ശേരി റെഡിയായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു. വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കൊഴുക്കട്ടയാണിന്ന് ചെയ്യുന്നത്. കൊഴുക്കട്ട എപ്പോഴും ഒരു ബോൾ ഷേപ്പിലല്ലേ ചെയ്യുന്നത്, അതിൽ നിന്നും ഒരു വ്യത്യസ്ത ഷേപ്പിലാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. കൊഴുക്കട്ടയുടെ ഫില്ലിംഗ് ആണ് ആദ്യം ചെയ്യുന്നത്. ഇതിനായി ഒരു ചീനച്ചട്ടി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു തേങ്ങ ചിരകിയത് ചേർക്കുക. അതിനുശേഷം ശർക്കര പൊടിയാണ് ചേർക്കുന്നത്. ഇതൊരു 350 ഗ്രാം ശർക്കര പൊടി ഉണ്ട്. ശർക്കരയിൽ അഴുക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് ശർക്കര ഉരുക്കി അരിച്ചെടുക്കാതെ നേരിട്ട് തന്നെ ഇത് തേങ്ങയിലേക്ക് ചേർക്കാം. അത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 5 ഏലക്കയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലി കളഞ്ഞ് അതിൻ്റെ കുരു മാത്രമാണ് പൊടിച്ചത്, അതും ചേർക്കാം. അതും ഇളക്കി തേങ്ങയിലെ നനവ് ശർക്കര പെട്ടെന്ന് മെൽറ്റായി കിട്ടും. ഇപ്പോൾ ഇത് നല്ലതുപോലെ ശർക്കരയും തേങ്ങയും വിളയിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് മാറ്റി വെച്ചിട്ട് വേറൊരു പാത്രം അടുപ്പിൽ വെച്ച് 1 ലിറ്റർ വെള്ളം ഒഴിച്ച് അതിലേക്ക് നമ്മളിനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ നെയ്യും കൂടി നമുക്ക് ചേർക്കാം. നെയ്ക്ക് പകരം വെളിച്ചെണ്ണയും ചേർക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ 1/2 കിലോ തരിയില്ലാത്ത പൊടി, അതായത് ഇടിയപ്പത്തിൻ്റെ പൊടി, അത് കുറേശ്ശെ ചേർത്ത് ഇളക്കുക. തീ സിമ്മിൽ വെക്കണം. അങ്ങനെ നമ്മൾ പൊടിയെല്ലാം ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കുക. തീ ഓഫ് ചെയ്യാം. ഇനി നമ്മളിത് ചെറു ചൂടോടുകൂടി തന്നെ നമ്മളിത് കുഴച്ചെടുക്കണം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതാണ് നമ്മുടെ മോൾഡ്. ഇതൊരു നല്ലൊരു ഷേപ്പാണ് ഇതിന് അകത്ത്. ഇത് 3 മടങ്ങുന്ന വശങ്ങളുണ്ട്. ഇത് തുറന്ന് ഇതിൻ്റെ 3 വശങ്ങളിലും എണ്ണ ഇല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുത്ത് എല്ലാ വശവും, ഞാനിപ്പോൾ ഇത് വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്, എല്ലാ വശവും എണ്ണ തടവി എടുക്കുക. അതിനുശേഷം ഈ മോൾഡൊന്ന് അടച്ചു വയ്ക്കുക. നമ്മുടെ മാവ് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്.
ചെറിയ ചൂടോടുകൂടി കുഴച്ച് നല്ല മയത്തിലെടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ചെറിയൊരു ബോൾ ഷേപ്പിൽ കിട്ടുന്ന രീതിയിൽ അല്പം മാവെടുക്കുക. അത് നീളത്തിലൊന്ന് ഉരുട്ടിയെടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ മോൾഡിൻ്റെ ഉള്ളിൽ വെച്ച് അകത്തേക്ക് എല്ലാ വശങ്ങളിലും മാവ് ഒന്ന് അമർത്തി വെച്ച് നടുക്ക് ഒരു അല്പം മാത്രം തേങ്ങ വിളയിച്ചത് വെക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലത്തെ ഭാഗത്ത് കുറച്ച് മാവെടുത്ത് അതും കൂടി ഫിൽ ചെയ്ത് വെക്കുക. ഒന്ന് അമർത്തി വെച്ചതിന് ശേഷം നമ്മൾ ആ മോൾഡ് ഒന്ന് തുറക്കുമ്പോൾ നമ്മളുടെ കൊഴുക്കട്ട ഈ ഷേപ്പിൽ കിട്ടും. കണ്ടോ, നല്ലൊരു ഷേപ്പല്ലേ ഇത്. അങ്ങനെ ഇത് എല്ലാം ചെയ്ത് നമുക്കെടുക്കാം. അപ്പോൾ നമ്മളതെല്ലാം ചെയ്തു വന്നിട്ടുണ്ട്. ഇനിയൊരു സ്റ്റീമർ എടുത്തിട്ടുണ്ട്. അതിൽ വെള്ളം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ചെയ്തു വെച്ച എല്ലാ കൊഴുക്കട്ടയും ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് നമ്മളൊരാവിയിൽ 5 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ കൊഴുക്കട്ട റെഡിയായി കിട്ടും. ഇപ്പോൾ നമ്മുടെ കൊഴുക്കട്ട റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നല്ലൊരു സോഫ്റ്റ് കൊഴുക്കട്ടയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു. ഈ ചൂട് സമയത്ത് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു മാംഗോ കസ്റ്റാർഡ് റെസിപ്പിയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന റെസിപ്പി കൂടിയാണിത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അതൊഴിച്ചു കൊടുത്ത് അതിൽ നിന്ന് 1/4 കപ്പ് പാൽ മാറ്റി ബാക്കി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അടുത്തതായി ഒരു ചെറിയ പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വാനില കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ 1/4 കപ്പ് പാൽ ചേർത്ത് കട്ടകളില്ലാതെ നന്നായി ഇളക്കുക. ഇപ്പോൾ കട്ടകളില്ലാതെ നന്നായി ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പാൽ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഈ കസ്റ്റാർഡിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം. ഉടനെ തന്നെ അത് ഇളക്കി കൊടുക്കണം. തീ സിമ്മിൽ വെച്ച് ഇളക്കി കുറുക്കിയെടുക്കുക. ഇപ്പോൾ ഇത് കുറുകി വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്യുക. അത് അടുപ്പിൽ നിന്ന് മാറ്റി നമുക്ക് തണുപ്പിക്കാൻ വയ്ക്കാം. ഇനി അടുത്തതായി ഒരു മിക്സിയുടെ ജാറിലേക്ക് 4 മാങ്ങയാണ് എടുത്തേക്കുന്നത്. അത് ചെറുതായി അരിഞ്ഞത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇടാം. 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ച കസ്റ്റാർഡ് നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ അരച്ച് വെച്ച മാങ്ങയുടെ പൾപ്പ് കൂടി ചേർക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ ഇത് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു മാങ്ങയുടെ കഷ്ണങ്ങൾ ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്നുകൂടി നമുക്ക് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ നല്ല ക്രീമി ആയിട്ടുള്ള മാംഗോ കസ്റ്റാർഡ് ഇവിടെ റെഡിയായിട്ടിരിക്കുകയാണ്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിച്ചാൽ കുറേ കൂടി നല്ലതാണ്. ഒരു ഭംഗിക്ക് വേണ്ടി ഒരു 3 ചെറിയ പീസ് മാങ്ങ അരിഞ്ഞതും കൂടി ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ചോറിൻ്റെയും പലഹാരത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. കണ്ടാൽ ആരും കഴിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു നാടൻ പോർക്ക് ഫ്രൈ ആണ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും അതും ചേർത്ത് ഒരു 3 വെളുത്തുള്ളിയുടെ അല്ലിയും ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും അതും കൂടെ ചേർത്ത് ഇനി ഇതിലേക്ക് ഒരു 1/2 കിലോ പോർക്ക് കഷ്ണങ്ങളാക്കിയതാണ് ഇതും കൂടി ഇട്ട് എല്ലാം കൂടി കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മി എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളവും കൂടെ ചേർത്ത്
കൈകൊണ്ട് ഒന്നുകൂടി തിരുമ്മി എടുക്കുക. ഇനി ഇതിൻ്റെ കുക്കർ അടച്ച് അടുപ്പിൽ വെച്ച് നമ്മളൊരു 6 വിസിൽ ഫുൾ ഫ്ലെയിമിൽ വെച്ച് ഒരു 6 വിസിൽ അടുപ്പിക്കുക. അതിനുശേഷം ഈ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ ഗ്രേവി എല്ലാം പറ്റി ഇത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ ചീനച്ചട്ടി ചൂടായി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു പിടി തേങ്ങ കൊത്തിട്ട് ഒരു ചെറുതായി ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ഇളക്കുക. ഇപ്പോൾ ഇതായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 20 കഷ്ണം ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് അത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടി അല്പം ഉപ്പും കൂടി ചേർക്കുക. ഉള്ളിക്ക് പകരം സവോള അരിഞ്ഞതും ചേർക്കാം, എന്നാൽ കൂടുതൽ ടേസ്റ്റ് ഉള്ളിക്കാണ്. ഇപ്പോൾ ഇത് നല്ലതുപോലെ അതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 5 കഷ്ണം വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് ഇളക്കുക. നമ്മൾ പോർക്ക് വേവിച്ചപ്പോൾ കുറച്ച് നമ്മൾ അതിനകത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇളക്കി നമ്മൾ നേരത്തെ മസാല പുരട്ടി വേവിച്ച പോർക്കും കൂടി ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കുക. ചെറിയ തീയിൽ വെച്ച് നമ്മൾ ഇത് ഇളക്കി കൊണ്ടേയിരിക്കണം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ ജലാംശമെല്ലാം പറ്റി നമ്മുടെ പോർക്ക് ഫ്രൈ റെഡിയായിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ വാഴയിലയിൽ പൊള്ളിച്ചതാണ്. അതിന് വേണ്ടിയ സാധനങ്ങൾ ഒരു 150 ഗ്രാം ചെറിയ ഉള്ളി, 5-8 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 5-6 അല്ലി വെളുത്തുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ. ഇത്ര സാധനങ്ങളാണ് അതിന് വേണ്ടത്. ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് ചിക്കനിൽ നമ്മൾ പെരട്ടി ഒരു 15 മിനിറ്റോളം നമ്മളതൊന്ന് മാഗ്നേറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മളതിൽ വെക്കണം. എല്ലാം കൂടെ ചെറുതായിട്ടൊന്ന്, ഒത്തിരി അങ്ങ് അരഞ്ഞു പോകാതെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മതി. നന്നായിട്ട് പെരട്ടി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണ കൂടെ അതിൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി വളരെ കുറച്ചാണെന്ന് തോന്നുന്നു ഇടുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നു. ഇട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 10-12 മിനിറ്റ് ഉപ്പെല്ലാം ആവശ്യത്തിന് ഓരോരുത്തർക്ക് ആവശ്യമുള്ളത്ര ചേർക്കാം. മിക്സ് ഒരു 12 മിനിറ്റോളം വെക്കുന്നുണ്ട് ഇവിടെ. നന്നായി കുറച്ചുകൂടെ വെച്ചാൽ നല്ലതായിരിക്കും. ഗ്യാസ് കത്തിക്കുന്നുണ്ട്. ചട്ടി വെക്കുന്നു. ചട്ടിയിലാണ് നമ്മളിത് പൊള്ളിക്കുന്നത്. ചട്ടിയിൽ കുറച്ചൊരു വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വാഴയിലയിൽ ആണ് വെക്കുന്നത്. അപ്പം വാഴയില ചട്ടിയിലേക്ക് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വെളിച്ചെണ്ണ അതിലൊന്ന് തടവിയിട്ടുണ്ടായിരുന്നു ഇലയിൽ. അതിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് നമ്മളെല്ലാം കൂടെ ഇട്ട് കുറച്ച് കറിവേപ്പില അതിൻ്റെ പുറത്തോട്ട് വെച്ച് എല്ലാം കൂടെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് നമ്മൾ ഇല അങ്ങ് മൂടാ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ഇതിൽ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളൊന്ന് അതൊരു ഇങ്ങനെ മൂടി വെച്ച് ഇല പൊതിഞ്ഞ് വെച്ച്, കിഴിയായിട്ടൊന്നും കിട്ടുന്നില്ല, വെറുതെ പൊതിഞ്ഞാണ് വെക്കുന്നത്. കുറച്ച് ഒരു 12 മിനിറ്റ് പോലും വേണ്ടാന്ന് തോന്നുന്നു. അതിനുള്ളിൽ തന്നെ ഇത് നമ്മുടെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ പൊള്ളിച്ചത്. ഇതിലധികം മസാലയൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ ടേസ്റ്റാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ചെയ്തു നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ഹലോ ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കുന്ന ഒരു കേര തലക്കറിയാണ്. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ്: കഴുകി വൃത്തിയാക്കിയ കേരത്തിലയുടെ കഷ്ണങ്ങൾ, 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 കഷ്ണം കുടംപുളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5-6 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, ആവശ്യത്തിന് വെളിച്ചെണ്ണ, കുറച്ച് കറിവേപ്പില. നമ്മൾ ഗ്യാസിലാണ് ഇത് ചെയ്യുന്നത്. ഗ്യാസ് കത്തിച്ചു, മൺചട്ടി വെക്കുന്നു. ചട്ടിയിലാണ് വെക്കുന്നത്. ചട്ടിയിൽ വയ്ക്കുമ്പോഴാണ് കറിക്കൊക്കെ ഒരു ടേസ്റ്റ് വരുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കണം. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു 2 നുള്ളു ഉലുവ കൂടെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ കഴുകി അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി എന്നിവ കൂടെ അതിനകത്തോട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ അതിനകത്തോട്ടിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വച്ചേക്കുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ച് അതിൻ്റെ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് വരണം. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുടംപുളി നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കാം. കുടംപുളി ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന തലക്കഷ്ണം അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. തലക്കഷ്ണം അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് അരപ്പ് എല്ലാ കഷ്ണങ്ങളിലും പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട്ടതിന് ശേഷം നമ്മളിതിലേക്ക് തിളച്ച വെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിക്കുന്നത്. പച്ചവെള്ളം നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കുന്നില്ല, തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഷ്ണങ്ങളിൽ അരപ്പ് നന്നായിട്ട് എല്ലായിടവും ആകുന്നത് വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ബാക്കിയുള്ള കറിവേപ്പില കൂടെ ഇട്ട് അതിനുശേഷം അത് നമ്മൾ മൂടി വയ്ക്കുകയാണ്. മൂടി വെച്ച് വേവിക്കാം. പെട്ടെന്ന് തന്നെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ബീഫ് സ്റ്റൂ ആണ് ഇന്ന് ചെയ്യുന്നത്. നല്ല കുറുകിയ രീതിയിലുള്ള ഒരു ബീഫ് സ്റ്റൂ ആണിത്. ബീഫ് സ്റ്റൂവിന് ഏറ്റവും നല്ല കോമ്പിനേഷൻ ബ്രെഡാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയ ബീഫ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇനി മസാല പൊടികളായിട്ടൊന്നും ചേർക്കുന്നില്ല. ഒരു ചെറിയ കഷ്ണം കറുവ, 5 ഏലക്ക, ജാതിപത്രി, 6 ഗ്രാമ്പു, ഒരു തക്കോലം അതും ചേർത്ത് 1/2 കിലോ സവോള അരിഞ്ഞതും കൂടെ ചേർക്കുകയാണ്. സവോള ഇട്ട് വഴറ്റുകയൊന്നും വേണ്ട, ബീഫിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. 2 തണ്ട് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ ഉപ്പും 8 വലിയ അല്ലി വെളുത്തുള്ളിയും ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ചേർക്കുക. എല്ലാം കൂടി കൈകൊണ്ട് നല്ലതുപോലെ തിരുമ്മി വയ്ക്കുക. ഇതിൽ വെള്ളം ചേർക്കണ്ട. ഒന്ന് ചൂടായി കഴിയുമ്പോൾ ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. ഇനി കുക്കർ അടച്ച് അടുപ്പിൽ വെച്ച് ഒരു 6 വിസിൽ അടുപ്പിക്കുക. അതിനുശേഷം നമ്മൾ തുറന്നു നോക്കുമ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ 1/4 ഭാഗം വെന്തിരിക്കുകയാണ്. സവോളയും ബീഫും ഇഞ്ചിയും എല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്ത് അതിലേക്ക് ഒരു 300 ഗ്രാം കിഴങ്ങ്, 1/4 കിലോ ക്യാരറ്റ്, 8 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ് ഇതിൽ ചേർക്കുന്നത്. ഇതിന് എരിവിനാവശ്യമായിട്ട് നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല. ഈ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഇതിനുള്ളൂ. അതനുസരിച്ച് പച്ചമുളക് ചേർക്കുക. അതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കുക്കറൊന്ന് അടച്ച് സ്റ്റൗ കത്തിച്ച് 1 വിസിൽ കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുക. നമ്മുടെ ബീഫ്, കിഴങ്ങ്, ക്യാരറ്റ് ഇതെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അത് വേറെ ഒരു ഉരുളിപ്പാത്രത്തിലേക്കിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ 2 തേങ്ങയുടെ പാലാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇത് 2ാം പാലാണ്. ഇത് ഏകദേശം 1.5 ലിറ്ററോളം ഉണ്ട്. അതൊഴിച്ച് അതൊന്ന് ഇളക്കി അതൊന്ന് തിളച്ച് വരുമ്പോൾ ഇനി നമ്മൾ ചേർക്കുന്നത് തേങ്ങയുടെ 1ാം പാലാണ്.
നല്ല കുറുകിയ പാലാണ്, അത് ഏകദേശം 1 ലിറ്ററോളം ഉണ്ട്. അതും കൂടെ ഒന്ന് ചേർത്ത് ഇളക്കുക. അധികം തിളപ്പിക്കേണ്ട, ഒന്ന് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഇനി അടുത്തതായിട്ടൊരു താളിപ്പാണ്. ഒരു ചീനച്ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ വലിയ 5 കഷ്ണം ഉള്ളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് അത് മൂത്ത് വരുമ്പോൾ ഇനി അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇളക്കി നമ്മുടെ ബീഫ് സ്റ്റൂവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ കറിക്ക് ഈ 2 സ്പൂൺ വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. വേറെ പ്രത്യേകിച്ച് നമ്മൾ വെളിച്ചെണ്ണയൊന്നും സവോളയ്ക്ക് വഴറ്റാനോ ഒന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ നമ്മുടെ ബീഫ് സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും കുറുകി വരും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു. മീൻ വെച്ച് ഒരു മീൻ പുരട്ട് ഉണ്ടാക്കി നോക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി ഒരു ചട്ടിയിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ മീൻ പുരട്ടിന് വേണ്ടി എടുത്തേക്കുന്നത് 1/2 കിലോ കേരയാണ്. അതും കൂടെ ഈ മിക്സിയിലേക്കിട്ട് എല്ലാം കൂടി ഒന്ന് നമുക്ക് പുരട്ടി വയ്ക്കാം. ഇത് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഒരു ചട്ടിയിലേക്ക് എണ്ണയൊഴിച്ച് നമ്മൾ മസാല പുരട്ടി വെച്ച കേരയുടെ കഷ്ണങ്ങൾ ഓരോന്നായി പെറുക്കിയിടുക. ഇതിപ്പോൾ നല്ലതുപോലെ മസാല പിടിച്ചിട്ടുണ്ട്. ഓരോ കഷ്ണമായിട്ട് പെറുക്കിയിട്ടതിന് ശേഷം ഒത്തിരി മൂപ്പിച്ചെടുക്കണ്ട, എല്ലാം ഒന്ന് തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് ഒരു ചെറുതായിട്ട് ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി. അങ്ങനെ നമ്മുടെ ഇവിടെ ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ മീനും നമുക്ക് വറുത്തെടുക്കാം. ഇനി ഒരു ചട്ടി വെച്ച് ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഒരു 3 ചെറിയ സവോള അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അത് എണ്ണയിലേക്കിട്ട് സവോള ഒന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഇളക്കുക. അങ്ങനെ ഇളക്കിയെടുത്തതിന് ശേഷം ആ സവോള ഒന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ വഴന്ന് കിട്ടിയിട്ടുണ്ട്. എണ്ണ പോരാത്തത് കൊണ്ട് ഞാൻ മീൻ വറുത്ത 1 ടീസ്പൂൺ എണ്ണ കൂടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇനി അടുത്തതായി 6 വലിയ വെളുത്തുള്ളി അല്ലിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് ഇളക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും അരിയുന്നതിനേക്കാൾ സ്വാദ് അത് ചതച്ചിടുമ്പോഴാണ്. ഇനി അതിലേക്ക് 3 പച്ചമുളക് 4ആയി കീറിയതും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് ഇളക്കി എടുക്കുക. ഇനി അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില അതും കൂടെ ഇടുക. അതും കൂടി ഒന്ന് ഇളക്കി തക്കാളി ഒന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടി ഒരു 2 മിനിറ്റ് നമ്മളപ്പോൾ തീ കുറച്ച് വയ്ക്കണം. ഒന്ന് മൂടി വെച്ചതിന് ശേഷം തീ സിമ്മിൽ വേണം ഇടാനായിട്ട്. ഇപ്പോൾ 2 മിനിറ്റിന് ശേഷം നമ്മളൊന്ന് തുറന്ന് നോക്കുമ്പോൾ തക്കാളി എല്ലാം ഒന്ന് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അതൊന്ന് ഇളക്കി 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ അതിൽ ചേർക്കണം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അതിൻ്റെ പച്ച മണം മാറുന്നത് വരെ ഒന്ന് ഇളക്കുക. തീ ഇപ്പോഴും സിമ്മിലായിരിക്കണം. ഇനി അടുത്തതായി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പിഴിപുളി നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചതാണ്. അതിൻ്റെ വെള്ളവും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി വയ്ക്കുക. ഉപ്പ് ആവശ്യമെങ്കിൽ ഉപ്പും കൂടെ ചേർക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നേരത്തെ വറുത്ത് വെച്ച കേരയുടെ കഷ്ണങ്ങൾ ഈ കറിയിലേക്ക് ഇടുക. എല്ലാം ഇട്ട് കഴിഞ്ഞ് കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകാതെ നല്ലതുപോലെ ഇളക്കി വയ്ക്കുക.
ഒരു 2 മിനിറ്റ് തീ സിമ്മിൽ വെച്ച് അടച്ച് വയ്ക്കുക. 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മീൻ പുരട്ട് റെസിപ്പി റെഡിയായിരിക്കുകയാണ്. ഒരു നല്ലൊരു റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ആരെയും കൊതിപ്പിക്കുന്ന രീതിയിലുള്ള വെജിറ്റേറിയൻസിന് ഏറെ ഇഷ്ടപ്പെടുന്ന വിഭവമായ കോളിഫ്ലവർ ചില്ലിയാണ് നമ്മൾ ചെയ്യുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് അത്യാവശ്യം 2 വലിപ്പമുള്ള കോളിഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായി അരിഞ്ഞ് കഴുകി വെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി വെള്ളം തിളയ്ക്കുന്നത് വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും മറ്റൊരടുപ്പിൽ ഒരു പാൻ വെച്ച് സവോള ഒന്ന് വഴറ്റിയെടുക്കാം. അതിനായി 1/4 കപ്പ് അളവിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിന് നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് ഒരു വലിയ 5 സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് ഇനി അടുത്തതായി ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി വയ്ക്കാം. സവോള ഒന്ന് വഴന്നു വരുന്ന സമയം കൊണ്ട് നമ്മുടെ കോളിഫ്ലവർ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അത് ഒത്തിരി തിളപ്പിക്കേണ്ട, അത് വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം. ഇനി അടുത്തതായി ഒരു അരപ്പിൻ്റെ കൂട്ട് ആവശ്യമാണ്. അതിനായി ഒരു പാത്രത്തിലേക്ക് 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. നല്ല നിറം കിട്ടുന്നതിന് വേണ്ടിയിട്ടും എരിവ് കുറവുമാണ്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമ്മൾ നേരത്തെ ഉപ്പിട്ട് തിളപ്പിച്ചത് കൊണ്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് മാത്രം ചേർത്താൽ മതി. 1 ടീസ്പൂൺ ബീഫ് മസാലയും കൂടെ ചേർത്ത് കോളിഫ്ലവർ ഇട്ട് നല്ലതുപോലെ മസാല എല്ലായിടത്തും ആകുന്നത് വരെ കൈവച്ച് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ എല്ലായിടത്തും മസാല ആയിട്ടുണ്ട്. ഇനി മറ്റൊരു ചീനച്ചട്ടി വെച്ച് കോളിഫ്ലവർ വറുക്കുന്നതിന് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ കുറേശ്ശെ കോളിഫ്ലവർ ഇട്ട് വറുത്ത് കോരണം. അങ്ങനെ നമ്മളെല്ലാം ഇതിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സവോള ഇവിടെ വഴന്നു വന്നിട്ടുണ്ട്. ഇതിന് അത്യാവശ്യം വലിപ്പമുള്ള 2 ക്യാപ്സിക്കം എടുത്തിരിക്കുന്നത്. ഇത് ചെറുതായി മുറിച്ച് അതും കൂടെ ഒന്ന് വഴന്നു വന്ന് കഴിയുമ്പോൾ ഒരു 6 അല്ലി വെളുത്തുള്ളിയും 1/2 കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി അതും ഒന്ന് വഴന്നു വന്ന് കഴിയുമ്പോൾ സവോളയും ക്യാപ്സിക്കവും സൈഡിലേക്കൊന്ന് മാറ്റി ഈ സിമ്മിലിട്ട് വെച്ച് 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ മസാല എല്ലാ ഭാഗത്തും ഒന്നായി അതെല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കോളിഫ്ലവറും കൂടെ ചേർക്കുക. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ടൊമാറ്റോ സോസാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ നിന്ന് 3 ടീസ്പൂൺ സോസും കൂടെ ചേർത്ത് ഇളക്കി അത് നല്ലതുപോലെ ഒന്നുകൂടി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. സ്വാദിഷ്ടമായ കോളിഫ്ലവർ ചില്ലി ഇവിടെ റെഡിയായിരിക്കുകയാണ്. ചോറിൻ്റെയും പലഹാരത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. എല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. ആവിയിൽ വേവിച്ച ഒരു ഇലയടയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അടയുടെ അകത്തെ ഫില്ലിങ്ങിന് ഉപയോഗിക്കുന്നത് ഏത്തയ്ക്കയാണ്. 4 പഴുത്ത ഏത്തയ്ക്കയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി അടുപ്പിലേക്ക് ചീനച്ചട്ടി വെച്ച് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ച ഏത്തയ്ക്ക ചെറുതായി അരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. ഏത്തയ്ക്ക ഒന്ന് വഴന്നു വരുമ്പോൾ അതിലേക്ക് ഇനി അടുത്തത് ചേർക്കുന്നത് അരമുറി തേങ്ങ ചിരകിയത് കൂടിയാണ്. അതും കൂടെ നമ്മൾ ചേർത്ത് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതൊന്ന് ഇളക്കി വരുമ്പോൾ അതിനുശേഷം നമ്മളിനി അടുത്ത് ചേർക്കുന്നത് 1/2 കപ്പ് ശർക്കര പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കണം. അതിനുശേഷം അടുത്തത് ചേർക്കുന്നത് ഒരു 4 ഏലക്ക എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തെ കുരു മാത്രം പൊടിച്ചെടുത്തതാണ് ചേർക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായി ഇളക്കി പഴത്തിൻ്റെയും തേങ്ങയുടെയൊക്കെ വെള്ളം നന്നായി പറ്റി അതൊന്ന് വഴന്ന് വരുമ്പോൾ അത് മാറ്റി വയ്ക്കുക. ഇനി അടുത്തത് ഒരു പാത്രത്തിലേക്ക് നമ്മൾ 1 ലിറ്റർ വെള്ളം ഒഴിക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത്
അതും കൂടെ അതിന് ശേഷം നമ്മൾ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് അതൊന്ന് വെള്ളം ഒന്ന് നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മളിവിടെ അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന തരിയില്ലാത്ത അരിപ്പൊടി അത് കുറേശ്ശെ ചേർത്ത് അതൊന്ന് ഇളക്കി നല്ലതുപോലെ ഒന്ന് യോജിപ്പിക്കണം എല്ലായിടവും. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി കഴിയുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യണം. ചെറു ചൂടോടുകൂടി തന്നെ നമ്മളത് കുഴച്ചെടുക്കണം. അതിൽ നിന്ന് കുറച്ച് മാവെടുത്ത് ഉരുട്ടി നമ്മൾ ഇലയിലേക്ക് എടുക്കുന്നത് വാഴയിലയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതിൽ വെച്ച് നമ്മൾ ചെറുതായി കനം കുറച്ച് പരത്തിയെടുക്കണം. ഷേപ്പ് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ആ ഫില്ലിങ് 1-2 ടീസ്പൂൺ ആവശ്യത്തിന് നമ്മൾ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നിരത്തി കൊടുക്കണം. അതിനുശേഷം ആ ഇലയൊക്കെ ഒന്ന് മടക്കിയെടുക്കുക. ഇതുപോലെ തന്നെ നമ്മളെല്ലാം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഇഡ്ഡലി ചെമ്പിൽ വെള്ളം നിറച്ച് ഒഴിച്ച് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ മടക്കി വെച്ച ഇലയെല്ലാം എടുത്ത് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കണം. എല്ലാം നിരത്തി വെച്ചതിന് ശേഷം നമ്മൾ അത് മൂടി വെച്ച് അടയ്ക്കുക. ഇനി ഒരു 10 മിനിറ്റ് അതൊന്ന് വെന്ത് കഴിയുമ്പോൾ നമ്മുടെ ഇവിടെ അട റെഡിയായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ 10 മിനിറ്റ് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ അടയെല്ലാം ഇവിടെ റെഡിയായി വന്നിരിക്കുകയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു. എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പെസഹ പാൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി നമ്മളൊരു 1/2 കിലോ ശർക്കര ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് അല്പം വെള്ളം ഒഴിച്ച് അതൊന്ന് അരിച്ചെടുത്ത് അത് നമ്മൾ അടുപ്പിലേക്ക് വെക്കുന്നു. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഒരു തേങ്ങയുടെ 2-ാം പാല് എടുത്തു വെച്ചിട്ടുണ്ട്. അത് മുഴുവനും ചേർക്കണ്ട, അതിൻ്റെ 1/4 ഭാഗത്തോളം നമ്മളത് ചേർത്താൽ മതി. അതൊഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി അതൊന്ന് തിളച്ച് വരണം. ഇപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലും ശർക്കരയും നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ പുഞ്ചേരി കഴുകി ഉണക്കി വറുത്ത് പൊടിച്ചു വെച്ചതാണ്. ഇതിൽ അരിപ്പൊടി ചേർക്കുന്നവരുമുണ്ട്. നമ്മളിവിടെ ഇതാണ് ചേർക്കുന്നത്. നമ്മൾ നേരത്തെ മാറ്റിവെച്ച ആ പാലിലേക്ക് ഈ പുഞ്ചേരിപ്പൊടി വറുത്ത് പൊടിച്ചു വെച്ചതും കൂടെ ഇട്ട് നല്ലതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് ഇളക്കി നല്ല ലൂസാക്കി എടുക്കുക. അത് നമ്മൾ ഈ തിളച്ച തേങ്ങാപ്പാലിലും ശർക്കരയിലും അതിലേക്ക് ഒഴിക്കുക. ഈ അരിപ്പൊടി ഒന്ന് വെന്ത് കുറുകി വരണം. ഇപ്പോൾ വെന്ത് കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കുകയാണ് ഒരു മണത്തിന് വേണ്ടിയിട്ട്. അതിലേക്ക് നമ്മൾ ഒരു ഏത്തയ്ക്ക ചെറുതായി കനം കുറച്ച് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നു. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കണം. ഏത്തയ്ക്കയോ ചെറുപഴമോ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം. ഇത് നമുക്ക് ഇതിനൊരു മണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ, ഏലക്കാപ്പൊടി. ഇനി അതൊന്ന് തിളച്ച് കുറുകി വരുമ്പോൾ 1-ാം പാലും കൂടെ ചേർക്കുന്നു. 1-ാം പാലും കൂടെ ചേർത്ത് ഒന്ന് നല്ലതുപോലെ ഇളക്കണം. ഇനി അത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി കിട്ടിയ പള്ളിയിൽ നിന്ന് ഓശാനയ്ക്ക് കിട്ടിയ ഒരു ചെറിയൊരു കഷ്ണം കുരുത്തോലയും കൂടി അതിലേക്ക് ഇടുന്നു. ഇപ്പോൾ നമ്മുടെ പെസഹ പാൽ ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഇതേപോലെയുള്ള വെറൈറ്റി വീഡിയോസ് കാണാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.
നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ഒരുപോലെ ഉന്മേഷം നൽകുന്ന ഒരു അടിപൊളി സേമിയ ഫ്രൂട്ട് കസ്റ്റാർഡാണ് നമ്മൾ ചെയ്യുന്നത്. അതിനായി ഒരു പാത്രം വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് അളവിൽ ചെറിയ സേമിയ, അതായത് കനം കുറഞ്ഞ സേമിയയാണ്, അത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതൊന്ന് വറുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ അടുത്തൊരു പാൻ വെച്ച് അതിലേക്ക് 1/2 ലിറ്റർ പാല് അത് നമ്മൾ ഒഴിക്കുക. 1/2 ലിറ്റർ മുഴുവനായിട്ട് ഒഴിക്കേണ്ട, അതിലൊരു 1/4 കപ്പ് പാല് നമ്മൾ മാറ്റി വയ്ക്കണം. ആ 1/4 കപ്പ് പാലിലേക്ക് ഒരു 2 ടീസ്പൂൺ വാനില ഫ്ലേവറുള്ള കസ്റ്റാർഡാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി പാലുമായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് പാലിപ്പോൾ നമ്മൾ തിളച്ച് വന്നിട്ടുണ്ട്. ഈ കസ്റ്റാർഡ് നമ്മൾ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അത് കട്ട കെട്ടും. ഇപ്പോൾ നല്ലതുപോലെ പാൽ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ആ സേമിയയും കൂടെ ഇതിനകത്തേക്ക് ഇടുവാണ്. സേമിയ പെട്ടെന്ന് വെന്ത് കിട്ടും. പാൽ തിളച്ചതുകൊണ്ട് സേമിയ നല്ലതുപോലെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. അതിലേക്ക് 1/2 കപ്പ് അളവിലുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി. ഇപ്പോൾ നല്ലതുപോലെ സേമിയ എല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. ഇപ്പോൾ നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത്, പക്ഷേ ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല തിക്നെസ്സോട് കൂടി തന്നെ ഇരിക്കും. അതിലേക്ക് 4 തുള്ളി വാനില എസൻസും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കുക. ഇതൊന്ന് തണുപ്പിക്കാൻ വെക്കണം. ഇപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആവശ്യമുള്ള ഫ്രൂട്ട്സ് ഞാനിവിടെ എടുത്തേക്കുന്നത് മുന്തിരിങ്ങ, മാതളം, ആപ്പിൾ എന്നിവയാണ്. ഇതെല്ലാം കൂടെ കണ്ടോ, നമ്മുടെ കസ്റ്റാർഡ് നല്ലതുപോലെ തിക്നെസ്സായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സേമിയ ഫ്രൂട്ട് കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാൾ നല്ല സൂപ്പർ ടേസ്റ്റുള്ള നല്ലൊരു അടിപൊളി ടൊമാറ്റോ സോസ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 6 വലിയ പഴുത്ത തക്കാളി കഷ്ണങ്ങളാക്കി മുറിച്ചതിലേക്ക് ഇടുക. അതിലേക്ക് ഇനി അടുത്തത് ചേർക്കുന്നത് 3 ചെറിയ ഉള്ളിയാണ്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 6 അല്ലി വലുപ്പമുള്ള വെളുത്തുള്ളി. ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഇവിടെ മിക്സിയിൽ അരച്ച തക്കാളിയുടെ ആ ഒരു പൾപ്പ് റെഡിയായിരിക്കുകയാണ്. ഒരടുപ്പിലേക്ക് ഒരു പാത്രം വെച്ച് അതിലേക്ക് നമ്മൾ ഈ അരപ്പ് ഒഴിച്ച്, വെള്ളമൊന്നും ചേർക്കണ്ട, ഒഴിച്ച് അതൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് ഒരു 1 ടീസ്പൂൺ ഉപ്പ്, ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് നമ്മൾ ചേർക്കുന്നത്. നല്ലൊരു നിറം കിട്ടുന്നതിന് വേണ്ടി കൂടിയാണ് ഇത് ചേർക്കുന്നത്. എരിവും കുറവാണ്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, ഒരു അല്പം കറുവ പൊടി അതും കൂടെ ചേർത്ത് ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർക്കണം. ഇനി നമ്മളിതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് കുറുകി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇത് നമ്മളൊരു അരിപ്പപാത്രത്തിലേക്ക് ഒഴിച്ച് അരിച്ചെടുക്കും. അപ്പോൾ നല്ല ടേസ്റ്റിയുള്ള, കടകളിൽ നിന്ന് നമ്മൾ മേടിക്കുന്നതിനേക്കാൾ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു തക്കാളി സോസ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. അപ്പം, പൊറോട്ട എന്നിവയുടെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ളൊരു മുട്ടക്കറിയാണ് നമ്മൾ ഇന്ന് ചെയ്തെടുക്കാൻ പോകുന്നത്. നമുക്ക് കറി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ കറി ചെയ്യുന്നത് നമ്മൾ കുക്കറിലാണ്. കുക്കർ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയിൽ കറി വയ്ക്കുന്നത് നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റും കൂടെയാണ്. അതിലേക്ക് 6 കഷ്ണം വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് ഒന്ന് ചെറുതായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് എരിവിന് ആവശ്യമുള്ള 3 പച്ചമുളകും കൂടെ ചേർക്കണം. പച്ചമുളകും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് ഒരു തണ്ട് കറിവേപ്പിലയാണ്. അതും കൂടെ ചേർത്ത്
ചേർത്ത് കഴിഞ്ഞ് ഒന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു 3 വലിയ സവോള അരിഞ്ഞതും കൂടെയാണ്. ഈ സവോള നമ്മൾ വഴറ്റി എല്ലാ കറിയും ചെയ്യുന്നത് പോലെ അധികം നേരം ഇട്ട് വഴറ്റുകയൊന്നും വേണ്ട. അതിലേക്ക് നമ്മൾ ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് എല്ലാം കൂടെ നല്ലതുപോലെ കൂട്ടി യോജിപ്പിക്കുക. നമ്മൾ സവോള വഴറ്റി അധികം നമ്മൾ സമയമൊന്നും കളയണ്ട. സവോളയും തക്കാളിയൊക്കെ വഴറ്റി സമയമൊന്നും കളയാതെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു മുട്ടക്കറിയാണ്. അതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ കുക്കർ മൂടി വയ്ക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ തീ ചെറിയ സിമ്മിലിട്ടിട്ട് ഒരു 4 വിസിൽ അത്രയും മതി. സവോളയൊന്നും വെന്ത് നല്ല ഉടഞ്ഞ് ഇതിൽ നമുക്കിത് കിട്ടും. ഈ സവോള വേകുന്ന സമയത്ത് നമ്മൾ ഇനി ചെയ്തെടുക്കേണ്ടത് ഒരു അരപ്പാണ്. അതിലേക്ക് ഒരു അരമുറി തേങ്ങയും ഒരു ചെറിയൊരു കഷ്ണം കറുവാപ്പട്ട, ഒരു ഏലക്ക, ഒരു ഗ്രാമ്പു, ഇനി ചേർക്കുന്നത് ഒരു 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും കൂടെയാണ്. അതും കൂടെ ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ സവോള അവിടെ ഇരുന്ന് വേകുന്ന സമയത്ത് അരപ്പും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ കുക്കറിലെ പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ സവോള നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. അതൊന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം നല്ലതുപോലെ ഇളക്കി ഇനി നമ്മൾ പൊടികൾ ചേർക്കാൻ പോവുകയാണ്. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതിലേക്ക് അടുത്തത് ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അത് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ചെറിയ തീയിൽ വയ്ക്കുമ്പോഴത്തേക്കും അതിന് നല്ലതുപോലെ എണ്ണ തെളിഞ്ഞു വരും. ഇനി അടുത്തത് ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിക്കുക. ആ തക്കാളി വേകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുക്കറിൻ്റെ മൂടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തക്കാളി എല്ലാം വെന്ത് നല്ല ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്ത് ചേർക്കുന്നത് അരപ്പാണ്. നേരത്തെ അരച്ച് വെച്ച അരപ്പ് അതും കൂടെ ചേർത്ത് അരപ്പ് കഴുകിയ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ നമ്മൾ ഇതിനകത്ത് ഒഴിക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുന്നു. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു നല്ലൊരു മുട്ടക്കറിയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായത് മുട്ടയാണ്. അതിനൊരു 5 മുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് 5 മുട്ടയും നല്ലതുപോലെ ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് വരഞ്ഞ് എടുക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ മസാലയെല്ലാം മുട്ടയിൽ നല്ലപോലെ പിടിക്കും. ഈ 5 മുട്ടയും നമ്മൾ ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം അതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് തിളയ്ക്കണം. ഒത്തിരി നേരം ഇട്ട് തിളപ്പിക്കേണ്ട. ഇനി ഞാനിപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒരു 2-3 തണ്ട് മല്ലിയിലയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കറിക്ക് ആവശ്യമായതൊരു താളിപ്പാണ്. ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കഴിയുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിൽ 3 ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് ഉള്ളി മൂത്ത് വരുമ്പോൾ നല്ല മണം വരുന്നുണ്ട്. മൂത്തതിന് ശേഷം നമ്മളൊരു തണ്ട് കറിവേപ്പിലയും കൂടെ അതിനകത്ത് ചേർക്കുകയാണ്. ഈ താളിപ്പ് നമ്മുടെ മുട്ടക്കറിയിലേക്ക് ഒഴിക്കുകയാണ്. നല്ലൊരു മുട്ടക്കറി ഇവിടെ റെഡിയായിട്ടിരിക്കുകയാണ്. നമ്മുടെ ഈ റെസിപ്പി ഉള്ളിയും തക്കാളിയും ഒക്കെ വഴറ്റി ഒരുപാട് സമയം കളയാതെ വളരെ സിമ്പിളും അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വെണ്ടയ്ക്ക പാൽക്കറിയാണ്. ചപ്പാത്തി, ഇടിയപ്പം, അപ്പം, പൊറോട്ട കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റുള്ള കറിയാണ്. ഈ കറിക്ക് ആവശ്യമുള്ള വെണ്ടയ്ക്ക നമ്മുടെ അടുക്കള തോട്ടത്തിൽ നിന്നാണ് എടുക്കുന്നത്.
നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടിയ വെണ്ടയ്ക്ക കറി വെച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം കൂടെയാണ് നമുക്ക്. ഇനി നമുക്ക് ഈ വെണ്ടയ്ക്ക പാൽക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ചട്ടി വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണയിൽ കറി വയ്ക്കുന്നത് ഒരു പ്രത്യേക രുചി തന്നെയാണ്. അതിലേക്ക് നമ്മൾ 3 വലിയ സവോള അരിഞ്ഞതും കൂടെ ചേർത്ത് ഇളക്കി, സവോള ഒന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കുക. സവോളയുടെ ഒരു നിറമെല്ലാം മാറി വരുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് 6 കഷ്ണം വെളുത്തുള്ളി ചതച്ചതും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് ഇളക്കി, അതിലേക്ക് നമ്മൾ ഇനി എരിവിന് വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അതിന് 5 പച്ചമുളകാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്തിരിക്കുന്നത്. അതും കൂടി ഇട്ട് ഇളക്കി, ഒരു പകുതി തക്കാളി മുറിച്ചതും കൂടെ ഇട്ട് ചേർത്ത് ഇളക്കുക. ഇനി നമ്മുടെ പ്രധാന താരമായ വെണ്ടയ്ക്കായും കൂടെ 10 വെണ്ടയ്ക്കയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കുക. അതിനുശേഷം 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. അതൊന്ന് ആവി കയറുന്നതിനായിട്ട് നമ്മളൊന്ന് മൂടി വെക്കണം. വെണ്ടയ്ക്ക പെട്ടെന്ന് ഒന്ന് ആവി കയറിയാൽ മതി, വെന്ത് കിട്ടും. ഇതിപ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 മുറി തേങ്ങയുടെ തേങ്ങാപ്പാൽ, 2ാം പാലാണ് ഒഴിക്കുന്നത്. അതൊഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി എല്ലാം കൂടെ യോജിപ്പിച്ച് അതൊന്ന് തിളയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇതിപ്പോൾ തിളച്ച് വന്നിരിക്കുകയാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മല്ലിയില ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ മല്ലിയില ചേർക്കുന്നുണ്ട്. നല്ല കുറുകിയ 1ാം പാലും കൂടെ ചേർക്കുകയാണ്. ഇനി നമ്മൾ ഈ കറി തിളപ്പിക്കേണ്ട കാര്യമില്ല. അത് ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ സവോള വഴറ്റിയപ്പോൾ മാത്രമാണ് ഉപ്പിട്ടത്. പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് ഒരു താളിപ്പാണ് ആവശ്യം. അതിനായി ഒരു ചീനച്ചട്ടി വെച്ച് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അത് ചൂടായി വരുമ്പോൾ ചെറുതായി അരിഞ്ഞു വെച്ച ഉള്ളി അതും കൂടി ഇടുക. നമ്മളിതിനകത്ത് കടുക് ഇടുന്നില്ല. ഉള്ളിയും കറിവേപ്പിലയും മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഉള്ളി മൂത്ത് വരുമ്പോഴത്തേക്കും കറിവേപ്പിലയും കൂടി ഇടുക. രണ്ടും കൂടെ മൂത്ത് നല്ല മണം വരുന്നുണ്ട്. അത് നമ്മൾ ഈ കറിയിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ വെണ്ടയ്ക്ക പാൽക്കറി റെഡി ആയിരിക്കുകയാണ്. നല്ല കുറുകി നല്ല തിക്നെസ്സോട് കൂടിയ വെണ്ടയ്ക്ക പാൽക്കറി അപ്പം, ഇടിയപ്പം, പൊറോട്ട എന്നിവയുടെയൊക്കെ കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് കോമ്പിനേഷനാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.